ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അല്ലെങ്കിൽ വൈകുന്നേരം നല്ല മഴയും ഇടിയും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 ദിവസം ആയതുകൊണ്ട് മഴയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ചെടി ആകെ വെള്ളമില്ലാതെ നിൽക്കുകയാണേ. അപ്പോൾ പിന്നെ ഞാൻ വേഗം പൈപ്പ് എടുത്തിട്ട് ഫുള്ള് ചെടികളൊന്ന് നനയ്ക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനഞ്ഞ് കാണുമ്പം നല്ല രസമാണല്ലോ. അങ്ങനെ ചെടി നനയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞെയിനൂക്കും ചെറിയൊരു ഓട്ടായ പാട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് അവളും നനയ്ക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായൻ്റെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് മന്തിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നാളത്തേക്ക് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം, ഈസി ആക്കാം. അതിൻ്റെ ടിപ്സും ട്രിക്കും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. എന്തായാലും നാളെ നമ്മൾ കുക്ക് ചെയ്യാനെടുക്കും. അപ്പോൾ പിന്നെ ഉപ്പും പാത്രത്തിൽ ഉപ്പില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ ഉപ്പിൻ്റെ പാത്രത്തിൽ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിലിൽ ആക്കി വെച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവറിലുള്ളത് ഞാൻ ബോട്ടിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ട്രേയിൽ അത്യാവശ്യം നല്ല പോലെ പൊടികളുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരൻ്റെ ബോട്ടിൽ വെക്കുമ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ, ഇതുപോലത്തെ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം കേട്ടോ. എന്നാലും അറിയാത്തവർ അല്ലെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ തലേന്ന് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ സമയത്ത് ഫ്രീ ആയിരിക്കുമല്ലോ. ആ ഒരു ടൈമിൽ ഇതേപോലെ ബോട്ടിൽസിലൊക്കെ ഇല്ലാത്ത സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ടൈമിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈസിയാണ് കേട്ടോ. ഇഞ്ചിയും ഏലക്കായും കൂടിയും കുത്തി ചതച്ചിട്ടിട്ടുള്ള ഒരു ചായ ആണ് കേട്ടോ. അപ്പോൾ പാലിലേക്ക് നമ്മൾ അളവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളക്കുന്ന നേരത്ത് ഇഞ്ചിയും ഏലക്കായും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ലാസ്റ്റ് പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ അതിലേക്ക് പൊടി ഇട്ടിട്ട് ഒരു 4-5 പ്രാവശ്യം ഇതേപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് ഫ്ലെയിം കൂട്ടിയും കുറച്ചും കൊടുക്കട്ടോ. ലാസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ ചായ ഒഴിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ കിട്ടും കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. കുറച്ച് തോനെ ഷുഗറിൻ്റെ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഷുഗർ ചീര എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലതൊക്കെ നോക്കിയിട്ട് നല്ല പോലെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇളയ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനും അതുപോലെ ക്ലീൻ ആക്കാനും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് അത്യാവശ്യം തോനുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നാളേക്ക് കറി വെക്കാനുള്ള കർമൂസയാണ്. അതും കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നാളത്തേക്ക് നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് തലേന്ന് തന്നെ നമ്മളൊന്ന് റെഡിയാക്കുക. അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തലേന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് സിറ്റ് ഔട്ടത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ കൂട്ടിലേക്ക് പോകാൻ പോകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പൂച്ച. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. സിമ്പിളായിട്ട് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ മന്തി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രാമ്പു, ഏലക്ക, പട്ട സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മളെ ബസ്മതി റൈസ് ഉണ്ടല്ലോ, മന്തിൻ്റെ റൈസ്, അത് ഞാൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെച്ചത്. അതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ചിക്കന് നല്ലപോലെ കേക്ക് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഞാൻ മന്തിൻ്റെ ആ ഒരു വലുപ്പത്തിലൊന്നല്ല കേട്ടോ ചിക്കന്, നോർമൽ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് മാഗി ക്യൂബും അതേപോലെ മന്തി മസാലയും പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, അങ്ങനത്തെ ബെലീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തക്കാളി ഇതെല്ലാം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഫുഡ് കളറും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ മന്തി റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറ് നല്ല പോലെ വെന്തതിന് ശേഷം ഞാൻ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പച്ചമുളക്, തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. പക്ഷേ പച്ചമുളക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് കുക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി വന്ന ചിക്കൻ ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ആകും കേട്ടോ. ഈ പരിപാടിയൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈസി ആവേ. അതേപോലെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഞാൻ പൊട്ടിച്ചത് പുതിയതാണ് കേട്ടോ. അത് ഞാൻ വേറെ ബോട്ടിലാക്കി വെച്ചു. പിന്നെ ഇതാ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ ഒരു മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ മന്തിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും സിമ്പിളായിട്ട് റെഡി ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചായ കാച്ചിട്ടുള്ള ആ ഒരു ചായൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് കഴുകാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലത്തെ നമ്മൾ ചായ കാച്ചുന്ന പാത്രം, കൈപ്പാട്ട, നമ്മൾ ചായ ഒഴിച്ച് വെക്കുന്ന പാത്രം, ഇതിലൊക്കെ ഒരു കറ, ചായൻ്റെ ആ ഒരു ചായപ്പൊടീൻ്റെ ഒക്കെ ഒരു കറ ഉണ്ടാവുമല്ലോ, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. ഇത് നമ്മളെ വെണ്ണൂറ് അഥവാ ചാരമുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലത്തെ സ്ക്രബ്ബറിൽ നല്ല പോലെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒരു ഇച്ചിരി ബലം കൊടുത്തിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല പോലെ വൃത്തിക്ക് നമ്മൾ ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് സെബീനപ്പൊടി യൂസ് ആക്കാം. നിങ്ങൾക്ക് പല മെത്തേഡും അറിയാൻ മതി. പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ചെയ്യാം, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നല്ല ബലം കൊടുത്തിട്ട് തന്നെ ഞാനിത് മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നല്ല പോലെ എന്താ പറയുക, ഒരു വെളിച്ചും വെട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പാത്രത്തിന്. അപ്പോൾ അതാ നല്ല പോലെ തന്നെ ഒന്ന് കേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ആ കറിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ചായ കാച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ കറയുണ്ട് കേട്ടോ. ഇത് കേൾക്കാനും കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം വൈകി വെച്ചാൽ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും ഇതേപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചാരം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെ സിങ്കും ഇതേപോലെ വെളുപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ രാത്രിയത്തെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ മന്തിയും അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.